സൂര്യന് ചുറ്റും ഭൂമി ഭ്രമണം വയ്ക്കുകയാണ്. അതിൽ 4 പ്രത്യേക പോയിന്റുകൾ എത്തിക്കഴിയുമ്പോൾ ശക്തി പ്രാധാന്യമായിട്ട് നമ്മുടെ ഭാരതത്തിൽ ആചരിക്കുന്ന ഒരു ഉത്സവമാണ് നവരാത്രി. അതിൽ ഏതൊരു വ്യക്തിയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, പുരുഷനും പ്രകൃതിയും ചേർന്നതാണ്, അതല്ലെങ്കിൽ ശിവനും ശക്തിയും ചേർന്നതാണ്. ആ പേര് പോലെ തന്നെ ശക്തി ആരാധനയാണ് ഓരോ നവരാത്രികളും. മറ്റൊരു കഥ ഇതിന് ഉപോദ്ബലകമായിട്ട് നമുക്ക് പറയാൻ പറ്റും. ശ്രീകൃഷ്ണൻ ജനിക്കുന്ന സമയത്ത് കൂടെ തന്നെ മഹാമായ കൂടി അതേ ദിവസം തന്നെ ജനിക്കുന്നുണ്ട്. അന്ന് ഭഗവാനോട് മഹാമായ പറയുകയാണ്, നമ്മൾ രണ്ടുപേരും ഒരേ ദിവസം തന്നെയാണ് ജനിച്ചത്, പക്ഷേ നിൻ്റെ പിറന്നാൾ മാത്രമാണ് ആഘോഷിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ ദേവിയെ അനുഗ്രഹിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അതായത് നവരാത്രി കാലങ്ങളിൽ ദേവിക്ക് പ്രത്യേകമായിട്ടുള്ള പൂജകളോടുകൂടി തന്നെ വിശേഷമായിട്ട് ഇത് ആചരിക്കപ്പെടും എന്നുള്ളൊരു അനുഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ നവരാത്രി, അതിൽ തന്നെ പ്രധാനപ്പെട്ടത് ശരത്കാല നവരാത്രി, മഞ്ഞിൻ്റെ കാലഘട്ടം, മഞ്ഞ് പെയ്യുന്ന കാലഘട്ടത്തിലുള്ള ആ നവരാത്രിക്ക് പൊതുവേ ഭാരതത്തിൽ വളരെ പ്രചാരത്തിൽ തന്നെയാണ് പോകുന്നത്. എല്ലാവർക്കും ഒരു നവരാത്രി ആശംസകൾ. എല്ലാവരും അവരുടെ വിദ്യ അല്ലെങ്കിൽ ഗുരുക്കന്മാരുടെ സമീപത്തിനുള്ള വിദ്യകളിലൊക്കെ അഗ്രഗണ്യരായി തീരാനായിട്ട് ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. നമസ്കാരം.